പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്നിവയെ കുറിച്ചാണ്. We were pondering on the length and the breadth and the love of God. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് ദൈവം നമുക്ക് വേണ്ടി പുത്രൻ തമ്പുരാൻ അനുഭവിച്ച ആ വലിയ ത്യാഗത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. And we were thinking on how much of sacrifice the Lord Jesus Christ has done for us. ഫിലിപ്പിയർ 2:7 നമ്മൾ കാണുന്നു, അവിടുന്ന് ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. Philippians chapter 2 verse 7 we read like this: He emptied himself, taking the form of a bond servant and being made in the likeness of men. എബ്രായർ 4:15 നമ്മൾ കാണുന്നു, സർവ്വത്തിലും അവിടുന്ന് നമുക്ക് തുല്യനായി. In Hebrews chapter 4:15 it is written that he became like us in all sense. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദാസരൂപമെടുത്തതും സർവ്വത്തിലും നമുക്ക് തുല്യമായതുമൊക്കെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴാണ്. And the time where he became a slave and he became one like us in all sense, it all happened when Jesus came down on the earth. അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ച് ആ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കി. He came into this world and he completed the work of salvation for us. അങ്ങനെ നമ്മളെ വീണ്ടും നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്ത് അവിടുന്ന് തൃപ്തിപ്പെട്ടില്ല. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. And having completed the work of salvation while he was on the earth, he still did not find satisfaction in his completed work. അവിടുന്ന് താന് പൂർണ്ണ ദൈവമായിരിക്കെ താൻ പൂർണ്ണ മനുഷ്യത്വം ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഉപേക്ഷിച്ച് കളഞ്ഞതായിട്ടല്ല നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴേ കാണുന്നത്. When we study the word of God, we do not see a Jesus Christ who, having finished his salvation work on the earth, letting go of that humanness in him when he went back. നോക്കുക, അവിടെ പറയുന്നു, യജമാനനെ, ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല. He, like the slave told the rich master, I will not go as a free man, I will continue to love my wife and my children. സഭയും ക്രിസ്തുവും തമ്മിലുള്ള കാന്തൻ കാന്ത, മണവാളൻ മണവാട്ടി, ആ ബന്ധം വരാൻ പോകുന്ന നിത്യതയിലും തുടരും. The relation between the church and Christ is like the husband and wife, which is a relationship that will continue to stand on even into eternity. പ്രിയപ്പെട്ടവരെ, കേവലം നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന് അവകാശികളാക്കുക എന്നതുകൊണ്ട് അവിടുന്ന് ആ രക്ഷണ്യ പ്രവൃത്തി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. Jesus did not finish the work of salvation with only what he had done on this earth. മറിച്ച് നിത്യകാലം തന്നോടൊപ്പം തൻ്റെ കാന്തയായി വാഴാനായിട്ട് സഭയെ ആ നിലയിൽ കണ്ടെത്തുകയും ആ നിലയിൽ സ്നേഹിക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുത സ്തബ്ധരായി നിന്നു പോകുന്നത്. We will stand amazed when we see the length and breadth and depth of God's love, when we know that he is continuing to take us into eternity and he is making us his bride. He found us to be his bride. പൗലോസ് പറയുന്നു, ഈ സ്നേഹം നമ്മുടെ ജ്ഞാനത്തെ അതീതമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്.
So when Paul is telling that the love of God is beyond our comprehension, how correct it is. പരിജ്ഞാനത്തെ കവിയുന്ന, നമ്മുടെ സ്വാഭാവിക പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണിത്. This love is a love which is beyond our human capability and our human understanding. ഈ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുത സ്തബ്ധരായി നിന്നു പോകും. And when we recognize or slightly understand this love of God, we will stand in such amazement and such wonder. ഇതിനെ ചെറിയ അളവിലാണെങ്കിലും നമുക്കിന്ന് ഭൂമിയില്, സഭയില് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിന്റെ ഫലമായി ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ലഭിച്ചിരിക്കുന്ന ഈ അവസരങ്ങളെ നമ്മൾ വിലപ്പെട്ടതായിട്ട് കാണും. Even though it is with a very small measure we are able to understand this love of God when we are part of the church and when it is being expressed through the church, we can appreciate and value these expressions from the hand of God. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പല വശങ്ങൾ ഇതുപോലെ നമ്മൾ ചിന്തിച്ചു പോയാൽ പലതും നമ്മള് വളരെ നന്ദിയുള്ളവരാക്കി നിലനിർത്തും. When we understand more and more the different sides and facets of the love of God, it will help us to stand with a thankful heart. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലെ കാണുന്ന ഒരു വാക്യം പലപ്പോഴും ഞാൻ അതിനെ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. Many a times one verse which we read in Hebrews chapter 8 is always a wonder to me. എബ്രായർ 8-ന്റെ 12-ാമത്തെ വാക്യമാണ് ആ വാക്യം. The verse is in verse 12, "For I will be merciful to their iniquities, and I will remember their sins no more." നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, നമ്മളോട് കരുണ കാണിക്കും എന്നത് നമുക്ക് മനസ്സിലാകാം. എന്നാൽ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളെ ഒന്നും മേലിൽ അവിടുന്ന് ഓർക്കാതെ വണ്ണം അവിടുന്ന് എന്നേക്കുമായി വിസ്മരിച്ചു കളയും എന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു കാര്യമാണ്. The first portion, "I will be merciful to their iniquities," is something that we can still grasp. But the second part, "I will remember their sins no more," when you will really turn and when you will turn to God, how much more is the love of God in this verse. എബ്രായർ 10-ാം അധ്യായത്തിന്റെ 17-ലും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. In Hebrews chapter 10 verse 17, the same thing is being mentioned. And അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് നമ്മുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. Over here we see, "And their sins and their lawless deeds I will remember no more." ഇതിന്റെ അർത്ഥം ദൈവത്തിന് അതൊന്നും ഓർക്കാൻ ഒക്കുകയില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. This verse is not signifying or showing that God cannot remember these things. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ദൈവത്തിനെ കൊണ്ട് കഴിയയില്ല എന്നല്ല അതിന്റെ അർത്ഥം. This verse is not telling that God is incapable of remembering these sins. He is capable of doing anything. He is the God of impossibilities. പക്ഷേ നമ്മോടുള്ള ബന്ധത്തിൽ അവിടുന്ന് ഒരിക്കലും അത് ഓർക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവിടുന്ന് അത് മറന്നതുപോലെ അതിനെ പിന്നീട് നമുക്കെതിരെ പിടിക്കുകയില്ല. താൻ അത് മറന്നു കളയാൻ താൻ ബോധപൂർവം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് ആ വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. So this verse we are understanding in this context that in relation to us, He is consciously not wanting to put that charge against us, keep it against us. He is consciously not wanting to remember it.
ഈ 1 യോഹന്നാനിൽ 1-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു, നമുക്കൊരു പാപമുണ്ടായാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ഏറ്റു പറഞ്ഞാൽ അവിടുന്ന് അത് ക്ഷമിക്കും. In 1 John chapter 1 verse 7 onwards, if we will read, it is mentioned that if we will go to the Lord and confess our sin, then He will forgive us our sins. എന്നാൽ അവിടുന്ന് അങ്ങനെ ആ പാപങ്ങൾ കേവലം ക്ഷമിക്കുക മാത്രമല്ല, അത് ക്ഷമിക്കുകയും അതിനെ പിന്നെ ഒരിക്കലും നമുക്കെതിരെ ഒരു ചാർജായിട്ട് പിടിക്കാതെ അതിനെ മറന്നു കളയാനായിട്ട് ഇച്ഛ വയ്ക്കുകയും ചെയ്യും എന്നാണ് ഈ വാക്യങ്ങളെ പറയുന്നത്. When we repent and He gives us His forgiveness, this verse is telling that He will forgive us and He will not at all remember them, and He is keeping His will and choosing not to bring it as a charge against us. നമ്മളെ ഇതിന്റെ ആഴം, നീളം, വീതി, ഉയരം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് ബൈബിളില് നമുക്കറിയാവുന്ന ഏറ്റവും ഭക്തനായ ഒരാളുടെ ജീവിതത്തോട് ചേർത്ത് ഈ കാര്യം ചിന്തിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും എന്ന് തോന്നുന്നു. To understand this, let us look these verses in the context of one godly man from the Bible itself. Let us look into his life. 2 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. 2 ശമൂവേൽ 16-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. 2 Samuel chapter 16 അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, verse 5 onwards. അത് നമ്മൾ വായിക്കുന്നില്ല, അതിന്റെ ചുരുക്കം ഞാനിങ്ങനെ പറയാം. I am not reading through it, but I will tell the summary of it. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു സന്ദർഭമാണ്. It is an incident that happened in the life of David. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ ഒക്കെ പ്രതിദാനം ചെയ്യുന്ന ഒരാളായിട്ടാണല്ലോ നമ്മൾ ദാവീദിനെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നത്. We see David from the Old Testament as a person who really loved God and who was for God. ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ 16-ന്റെ 5 മുതൽ ആ അധ്യായത്തിന്റെ ഏകദേശം അവസാനം വരെ വിവരിക്കുന്നത്. One incident that happened in the life of David is being mentioned over here, from verses 5 till the end of the chapter. 5 to 14, 14 വരെയുള്ള 5 to 14. Sorry, 5 to 14. It refers to one incident in the life of David. സംഭവം എന്തെന്ന് വെച്ചാൽ ദാവീദ് തന്റെ മകൻ അബ്ശാലോമിനെ ഭയപ്പെട്ട് താനെ മരുഭൂമിയിലേക്ക് പോകാൻ തുടങ്ങും. David, fearing his son Absalom, is now running into the wilderness. അബ്ശാലോം ദാവീദ് രാജാവിനെതിരെ ഒരു കൊട്ടാര വിപ്ലവം നടത്തി ദാവീദ് രാജാവിന്റെ മന്ത്രി അഹീതോഫേൽ ഉൾപ്പെടെ ഉള്ളവരെ സ്വാധീനിച്ച് രാജാവിനെ കൊന്ന് ആ രാജ്യത്വം തനിക്കായിട്ട് എടുക്കാനായിട്ട് വരുന്നു എന്ന് കേൾക്കുന്നു. David is hearing that Absalom, shaking his hands with the wise men called Ahithophel, is trying to conquer the kingdom. This is the news that David is hearing in his ears. ആ സമയത്ത് ദാവീദ് രാജാവ് വിചാരിച്ചു, അവനിങ്ങ് രാജധാനിയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഈ രാജധാനി വിട്ട് യെരൂശലേം വിട്ട് അങ്ങ് പണ്ട് താൻ നടന്നിരുന്ന മരുഭൂമിയിലോ വനാന്തരത്തിലോ എവിടെയെങ്കിലും പോയി ജീവിക്കാം, രാജ്യത്വം വിട്ടുപോകാം എന്ന് പറഞ്ഞ് ദാവീദ് ഇറങ്ങി പുറപ്പെടും. David is thinking to himself, before my son comes like this, I will somehow escape into the old wilderness or the old places where I was roaming. ആ സമയത്ത് ദാവീദിനെ വളരെ സ്നേഹിക്കുന്ന ചുരുക്കം ചിലരൂടെ ദാവീദിനോടൊപ്പം പോകാൻ തയ്യാറായി. And some people, very few in numbers, who really loved David, they were also willing to go out
into this wilderness along with David. അങ്ങനെ ദാവീദും തന്റെ ചില ഭൃത്യന്മാരും മരുഭൂമിയിലേക്കോ വനാന്തരത്തിലേക്കോ പോകാൻ തുടങ്ങുമ്പോൾ ഇതാ 5-ാമത്തെ വാക്യത്തിൽ ശിമെയി എന്നൊരുത്തൻ ദാവീദിനെ ശപിച്ചും കല്ലുവാരി എറിഞ്ഞും കൊണ്ടുവരുന്നു. When David along with his few people are going out into the wilderness or to the forest, in verse 5 we see a man called Shimei is coming out and cursing continually as David was going out. ഈ ശിമെയി എന്ന് പറയുന്നത് ദാവീദിന് മുമ്പ് രാജാവായിരുന്ന ശൗലിന്റെ കുലത്തിലുള്ള ഒരുവനാണ്. Shimei was a person who was from the family clan of Saul, who was the king before David. ശൗലിൽ നിന്ന് രാജത്വം ദാവീദിലേക്ക് വന്നത് ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടപ്പെടാതിരുന്ന ഒരാളായിരുന്നു ശിമെയി. Shimei was a person who deep within in his heart did not like the kingdom going from Saul's hand into the hand of David. അപ്പോഴാണ് ഇതാ സ്വന്തം മകനെ പേടിച്ച് ജീവനും കയ്യിലെടുത്ത് പിടിച്ച് ദാവീദ് രാജാവ് നാടുവിടാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ശിമെയി വന്ന് ഈ രാജാവിനെ പരസ്യമായിട്ട് പ്രാകുകയും ആണയിടുകയും കല്ലും മണ്ണും വാരിയെടുത്ത് എറിയുകയും ഒക്കെ ചെയ്ത് തന്റെ അസംതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന രംഗം. This is an incident where when David is somehow wanting to run for his life, Shimei is coming out openly declaring his dislike for the king, and he is cursing and he is throwing stone and mud on David. നോക്കുക, അതിന്റെ 7-8 വാക്യങ്ങൾ നോക്കുക. ശിമെയി ശപിച്ചുകൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക, നീച, പോ, ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. Verse 7, we read the words of Shimei like this, where he is telling, get out, you man of bloodshed and worthless fellow. In this way, Shimei is really putting down David. നോക്ക്, ആ സമയത്തും ദാവീദ് രാജാവാണ്. At that point of time also, remember that David is still the king. ശിമെയിയുടെ കൂടെ വേറെ ആരുമില്ല, അവന്റെ കൂടെ വരാൻ വേറെ ആരുമില്ല. അവൻ ആ ദേഷ്യത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും അവൻ ഇങ്ങനൊക്കെ പറഞ്ഞു പോയതാണ്. Shimei is standing alone and there is nobody backing him up. But even then, in his anger, he is telling all these words to King David. ഈ സമയത്ത് ദാവീദിനോടൊപ്പം ദാവീദിന്റെ സേനാനായകന്മാരും ഒക്കെ നിൽപ്പുണ്ട്. And along with David are standing along with him the captain of his army and all the other soldiers who are faithful to David. അക്കൂട്ടത്തിൽ അബീശായി എന്ന് പറഞ്ഞ ആ സേനാനായകൻ പറയുന്നു, രാജാവേ, ഈ ചത്ത നായെ പോലുള്ള ഇവൻ എന്തിനാ എന്റെ രാജാവിനെ ശപിക്കുന്നത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയാം എന്ന് പറയും. അബീശായി. Verse 9, Abishai, who is one of the king's person in the army, he is telling, why should this dead dog curse my lord and the king? Let me go over now and cut off his head. അതിന് ദാവീദിന്റെ മറുപടി എന്താ? ദാവീദിന് തന്നെ വേണമെങ്കിൽ വാളെടുത്ത് വീശി ഇവനെ കൊല്ലാം, അല്ലെങ്കിൽ സേനാനായകന്മാരെ കൊണ്ട് കൊല്ലിക്കാം. പക്ഷെ ആ സമയത്ത് ദാവീദിന്റെ മറുപടി ഇങ്ങനെയാണ്, ദൈവമാണ് ഇവനെ വിട്ടിരിക്കുന്നത്, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യം. See, David himself could have taken out his sword and killed Shimei. He could have instructed his soldiers to kill Shimei, but this is how he is responding in verse 10. He is telling, if God has allowed Shimei to curse me,
what have I to do in that? അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനവും അത് തന്നെ ദാവീദ് പറയുന്നു, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. Again in verse 11, David is telling, let him alone, let him curse, the Lord has told him. ദാവീദ് ഇവിടെ വളരെ തനിക്കെതിരെ ഭീഷണികൾ പറഞ്ഞ, തന്നെ ശപിച്ച, തന്നെ ആക്ഷേപിച്ച ആളിനോട് വളരെ മഹാമനസ്കതയോടെ പെരുമാറുന്ന ഒരു രംഗം. This is a situation where David is behaving in response to a man who cursed him and who did wrong things to him with mercy and with forgiveness. എന്നാൽ കാര്യം അവിടെ അവസാനിച്ചില്ല. ദാവീദ് മകനെ പേടിച്ച് നാട് വിട്ടുപോയി. പക്ഷേ അബ്ശാലോം പിന്നീട് കൊല്ലപ്പെട്ടു. ദാവീദ് തിരിച്ച് യെരുശലേമിലേക്ക് വരുന്നു, രാജധാനിയിലേക്ക് രാജാവായിട്ട് വീണ്ടും വരുന്നു. And the incident in the life of David did not end over there. He goes out into the wilderness. His son Absalom is killed, and then David is coming back into the kingdom as a king. അങ്ങനെ ദാവീദ് വീണ്ടും രാജാവായിട്ട് രാജധാനിയിലേക്ക് വരുമ്പോ നേരത്തെ തന്നെ ആക്ഷേപിച്ച, കല്ലും മണ്ണും വാരിയെറിഞ്ഞ് തന്നെ അപമാനിച്ച ആ ശിമയി വന്ന് മാപ്പ് പറയുന്ന ഒരു ഭാഗം 2 ശമൂവേൽ 19:18-19 വാക്യങ്ങളിൽ നമുക്ക് കാണാം. And when David is coming back into his kingdom as the king again, Shimei, who earlier cursed him and threw stones and mud at him, is coming to David's feet and asking for forgiveness. We see that in 2 Samuel 19. 19-ാം അധ്യായം 2 ശമൂവേൽ 19:18-19 വാക്യങ്ങള് നമുക്കറിയാവുന്ന ഭാഗമാണ്. അവിടെ ശിമയി വന്നിട്ട് രാജാവിന്റെ മുൻപിൽ വീണ് രാജാവിനെ നമസ്കരിച്ച്, അയ്യോ രാജാവേ, എനിക്കൊരു തെറ്റ് പറ്റി, ഇത് നീ മനസ്സിൽ വെക്കല്ലേ, ഇത് ഓർക്കുകയും അരുതേ എന്ന് പറഞ്ഞ് താൻ ചെയ്ത പാപത്തിന് മാപ്പ് അപേക്ഷിക്കുന്നതാണ് ആ 19-ന്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്. 19-ാം അധ്യായം 19-ാം വാക്യത്തിന്റെ അവസാനം. 2 Samuel chapter 19, the last portion, we see the desperateness of Shimei with these words where he is telling, let not my Lord consider me guilty, nor remember what the servant did wrong on that day when the Lord came out from Jerusalem. In different words, he is asking for forgiveness from David. അവിടെ വെച്ചും ദാവീദിന്റെ ആ നിലയിലുള്ള സേനാനായകന്മാര് പറഞ്ഞു, യജമാനനായ രാജാവിനെ ശപിച്ചവൻ ദൈവപുരുഷനെയാണ് ശപിച്ചത്, അതുകൊണ്ട് ഇവനെ കൊല്ലണം എന്നൊക്കെ ആലോചന പറഞ്ഞു. Even the men who were with David was giving advice to David, telling the man who has cursed David the king has disregard the man of God. You should still punish, is what his aides were telling to David. പക്ഷേ ദാവീദ് അതിന് സമ്മതിച്ചില്ല. ദാവീദ് ശിമയിയോട് പറയുന്നു, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പൊക്കോ എന്ന് പറയുന്നു. But we see David still telling, it is all right, you can go right now. അതിന്റെ 19-ന്റെ 23-ാം വാക്യം നോക്കുക. പിന്നെ ശിമയിയോട് നീ മരിക്കയില്ല എന്ന് പറഞ്ഞ് രാജാവ് അവനോട് സത്യവും ചെയ്തു. Verse 23, the king said to Shimei, you shall not die. Thus the king swore to him. കേട്ടോ, നമ്മൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ദാവീദിന്റെ ഹൃദയവിശാലതയെ കുറിച്ച് അത്ഭുത പരതന്ത്രരായി പോകും. When we read all these words of the heart of David, we will stand in wonder how generous David is. എന്നാൽ നമ്മൾ ആ ചരിത്രം വായിക്കുമ്പോൾ കഥ അവിടെ അവസാനിക്കുന്നില്ല. But when we read the history, the story does not end over there. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് നോക്കുക. Let's turn to 1 King chapter 2 verse 8.
അവിടെ ദാവീദ് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. തന്റെ പുത്രൻ ശലോമോനെ തനിക്ക് പകരം രാജാവാക്കുന്നു. എന്നിട്ട് താന് ശലോമോനോട് ചില അന്ത്യവചനങ്ങൾ പറഞ്ഞിട്ട് മരിക്കുന്നു, ജീവനെ വിടുന്നു. ആ രംഗമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. David has come to the last stage of his life, and he is making Solomon his son the next king. And that scene of how David is ending his life is what we read in verse 8. അവിടെ ദാവീദ് പല കാര്യങ്ങൾ തന്റെ പുത്രനെ പറഞ്ഞ് ഏർപ്പെടുത്തുമ്പോ ഈ ശിമയുടെ കാര്യവും പ്രത്യേകം ഓർത്ത് പറയുന്നു. When David is entrusting a lot of things to his son Solomon, he is specially bringing up the matter of Shimei and entrusting a responsibility to Solomon with regard to Shimei. അവിടെ എന്താ പറയുന്നത്? നമ്മള് ഇതേവരെ ദാവീദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തനായ ദാവീദിന്റെ ഒരു മുഖമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. The David that we understood till now, we now see a different face of David in this verse. ദാവീദ് ശലോമോനോട് പറയുന്നു, ശിമയി എന്ന് പറഞ്ഞൊരുവനുണ്ടല്ലോ, അവന് എന്നെ പരസ്യമായിട്ട് ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. He is telling to Solomon, there is a man called Shimei. He openly cursed me and defamed me. എന്നാൽ അബ്ശാലോമിന്റെ കാലശേഷം ഞാൻ വീണ്ടും മടങ്ങി വന്നപ്പോൾ അവൻ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് ഞാൻ അവനെ കൊല്ലുകയില്ല എന്ന് അന്നേരം പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. But when I was thrown out of my kingdom by Absalom, and when I was returning back, there is an incident where I had told Shimei that I would not harm him. അതിന്റെ 1 രാജാക്കന്മാർ 2:9 വാക്യം കണ്ടോ? ദാവീദ് പറയുന്നു, എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്, നീ ബുദ്ധിമാനല്ലോ, അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും, അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. 1 King 2 verse 9, David is telling like this to Solomon, now therefore do not let him go unpunished, for you are a wise man, and you will know what you ought to do to him, and you will bring his grey hair down to Sheol with blood. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഇത് പറഞ്ഞ 9 വാക്യത്തിൽ അത് ദാവീദിന്റെ അവസാന വാക്കുകളായിരുന്നു. Dear ones, this was the last words that David had uttered. അതിന്റെ തൊട്ടടുത്ത വാക്യം 10 വാക്യത്തിൽ പറയുന്ന കണ്ടോ, പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. Verse 10, do you see? It is written, then David slept with his fathers and was buried. അപ്പോ ദാവീദ് ഏറ്റവും ഒടുവിൽ തന്റെ മകനെ പറഞ്ഞ് ഏൽപ്പിച്ചതെന്താ? So what was the last instruction that Solomon was given by David? ഞാന് ശിമയുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഒക്കെ ക്ഷമിച്ചു, പക്ഷേ ഞാനത് മറന്നിട്ടില്ല. ഞാന് ഇപ്പൊ പോവുകയാണ്, മകനെ നീ മിടുക്കനാ, നീ അത് ഓർത്ത് അവനോട് പകരം ചെയ്യണം, അവന്റെ നരയെ പാതാളത്തിൽ രക്തത്തോടെ മാത്രമേ അയക്കാവൂ, അവനോട് പകരം വീട്ടണം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മരിച്ചു. David is telling to Solomon, I have forgiven him, but you should take that revenge. You should send him to the grave. And having said this, David is dying. പ്രിയപ്പെട്ടവരെ, എബ്രായർ 8-10 നമ്മൾ വായിച്ചത് കണ്ടോ? വലിയവനായ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, അതിനെ ഒരിക്കൽ പോലും പിന്നെ നമുക്കെതിരെ പിടിക്കാതെ അതിനെ പൂർണ്ണമായിട്ട് മറക്കാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു. ഇനി ഓർക്കുകയുമില്ല
എന്ന് പറഞ്ഞത് ഇതിനോട് താരതമ്യം ചെയ്ത് ചിന്തിക്കുക. Let us now compare the verse that we read in Hebrews 8 and 10, where our God told that He will forgive our iniquities and He will not even remember those iniquities or keep it as a charge against us. That word from God, let's compare it to this incident in the life of David. പ്രിയപ്പെട്ടവരെ, തൻ്റെ പിതാവ് തന്നോട് അവസാനമായി പറഞ്ഞ് ഏർപ്പെടുത്തിയ ഈ കാര്യം ശലോമോൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഈ 1 രാജാക്കന്മാർ 2-ാം അധ്യായം അതിലെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. We see Solomon like a very dutiful son. He is executing the last instruction that his father had given him. That story is what we read in the rest of the chapter of 1 Kings chapter 2. അതിന്റെ അവസാന ഭാഗം 40-ാമത്തെ വാക്യമൊക്കെ നോക്കുക. ഈ ശിമെയെ ശലോമോന് വളരെ വിദഗ്ധമായിട്ട് പിന്നീട് തന്റെ പിതാവ് പറഞ്ഞതുപോലെ കൊല്ലുകയും അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. In verse 40 to 1 Kings 2:40, we see how Solomon very cleverly put Shimei to death, and just like what David had told, to bring his grey hair down to Sheol with blood, Solomon executes it. നമ്മൾ ബൈബിളിൽ കാണുന്ന ഏറ്റവും നല്ല ദൈവ സ്വഭാവം പ്രതിഫലിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരാളാണ് പഴയ നിയമത്തിലെ ദാവീദ്. In the Bible, David is looked upon as a character who really portrayed all that good God wants in a man. He is looked up as a very good example. എന്നാൽ ആ ദാവീദ് തൻ്റെ മരണക്കിടക്കയിലും തനിക്കെതിരെ ഒരാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുകയും അതിന് പകരം വീട്ടണമെന്ന് മകനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അകൃത്യങ്ങളെ ഓർമ്മ വെച്ച, അതിനെതിരെ കണക്ക് തീർത്ത ഒരു ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. But we see that David was a person who on his deathbed kept an account of all the wrongs that has been done to him, and he is giving in return and giving further instructions to his son. That is what we see in the life of David. അതേസമയം നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. But let us compare that attitude of David with the attitude of our Lord Jesus Christ. നാം ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ പലവട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പാപങ്ങളെ കർത്താവിനോട് ചെന്ന് ക്ഷമ പറഞ്ഞു എന്ന് വരാം. In the same day itself, we would have gone to our Lord Jesus Christ and would have asked Him forgiveness for the same kind of sin many times in that same day. നമ്മൾ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ സമയത്തും കർത്താവ് അത് ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ വന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ളത് അവിടുന്ന് മറക്കുകയും ചെയ്യുന്നു, ഓർക്കാതിരിക്കുകയും ചെയ്യുന്നു. നമുക്കെതിരെ അത് പിന്നീട് ഒരിക്കലും പിടിക്കുന്നുമില്ല എന്നാണ് എബ്രായർ 8-10 നമ്മൾ വായിച്ചത്. In Hebrews chapter 8 and 10, every time we went to the Lord, we confessed it, we repented of it, and we got forgiveness from the presence of the Lord. The verses in Hebrews 8 and 10 were telling that the Lord will not only forgive us, but He will not remember it or keep it as a charge against us for a future date. നോക്കുക, കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. See how great the love of God is. അതിന്റെ നീളം, വീതി, ആഴം, ഉയരം നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും? How can we even any time get into our life the length and the breadth and the depth and all the dimensions of God's love? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹത്തോട് ചേർന്ന് ബൈബിളിലെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന 2 കൊച്ചു വാക്കുകളെ കുറിച്ചുകൂടെ
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. With regard to the love of God, in the New Testament, two phrases are used. I would like to tell on those two matters also. ഒന്ന് കരുണ എന്ന് പറയുന്നതും രണ്ട് കൃപ എന്ന് പറയുന്നതും. One is mercy and the other word is grace. രണ്ടും നമ്മൾ ഒരു ദിവസം തന്നെ മീറ്റിങ്ങിലും ഒക്കെ എത്രയോ പാട്ടുകളിലും ഒക്കെ എത്രയോ വട്ടം പറയുന്നു. പക്ഷെ ഈ കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ പിന്നിലുള്ള കർത്താവിന്റെ സ്നേഹം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? We are using these two words many times in our songs, in our meetings, but did you understand the love of God behind these two words? പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഓരോ വാചകത്തിൽ അതിന് രണ്ടിനും ഓരോ ഡെഫിനിഷൻ പറയാം. ദയവ് ചെയ്ത് നിങ്ങൾ അത് മറന്നു പോകല്ലേ. I would like to give a definition for both these phrases. I request you please not to forget this definition. കരുണ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുന്നതാണ്. Mercy means what I deserve is not being given to me. That is the meaning of mercy. കൃപ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കാത്തത് അവിടുന്ന് നമുക്ക് തരുന്നതാണ്. And grace means what I deserve. Brother, അതൊന്നുകൂടെ പറയാമോ പ്ലീസ്? കരുണ എന്ന് പറയുന്നത് അർഹിക്കുന്നത് തരാതിരിക്കുന്നതും, കൃപയെന്ന് പറയുന്നത് അർഹിക്കാത്തത് തരുന്നതുമാണ്. Grace means I do not deserve it, but He is giving it to me. അതായത് നമ്മൾ എന്തെല്ലാം പാപങ്ങള് തെറ്റുകൾ ചെയ്യുന്നു, നമുക്ക് സത്യത്തിൽ അർഹിക്കുന്നത് എന്താ? ന്യായവിധിയും നരകവും മാത്രമാണ്. പക്ഷേ കർത്താവിന്റെ കരുണ നമ്മൾ അർഹിക്കുന്ന ആ ശിക്ഷ നമുക്ക് തരുന്നില്ല. What all sins and failures we have in our life, and the only thing that we are eligible for, the sins that we committed, is God's punishment. But that punishment God is not giving to us. That is called as mercy. Mercy from God. അർഹിക്കുന്ന ശിക്ഷ നമുക്ക് തരാതിരിക്കുന്നു കരുണ. The punishment which I deserved rightfully, that God is not giving to me. That is called mercy. അതേസമയം നമുക്ക് സ്വർഗമോ കർത്താവിനോടുള്ള സാമീപ്യമോ കർത്താവിന്റെ മക്കളെന്നുള്ള സ്ഥാനമോ ഒന്നും അർഹിക്കാത്തതാണ്. അതെല്ലാം അവിടുന്ന് കൃപയാൽ നമുക്ക് തരുന്നു. Heaven or likeness to Jesus Christ or being with Him, these are all things which we do not deserve at all. But that which we do not deserve, God is giving to us, and that is called grace. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. Dear ones, we were speaking about the love of God all this while. നമ്മൾ പറഞ്ഞത് കർത്താവിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം ഇത് സംബന്ധിച്ചുള്ള പല വാക്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. Towards the beginning, we spoke about many verses which were trying to explain the length and the breadth and the depth and height of the love of God. നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെയുള്ള ഇത് സംബന്ധിച്ച 4 കാര്യങ്ങളെ സംബന്ധിച്ച വാക്യങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു. Towards the beginning, we saw from the book of Ephesians itself verses which related to all these dimensions of the love of God. പിന്നീട് യോഹന്നാൻ 3:16 പോലെ നമുക്ക് വളരെ പരിചിതമായ പല വാക്യങ്ങളിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനിടയായി. Next, we saw many familiar verses which we were comparing and trying to understand the love of God from John 3:16 and all that.
പിന്നീട് നമ്മൾ പറഞ്ഞത് അതാ ഓ കർത്താവ് ചെവികളെ തുളച്ച് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി, അവിടുത്തെ കാന്തയാക്കി, അവിടുത്തെ മണവാട്ടിയാക്കി. ഈ കാര്യങ്ങളുടെ ഒക്കെ പിന്നിൽ കർത്താവ് അനുഭവിച്ച ആ സ്നേഹത്തിന്റെ വ്യഥകളെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞത്. Then later on we saw how Jesus pierced his ear, and through which we see the love of God, where Jesus made us his bride, and how he expressed his love for us. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് അത് കാരുണ്യപൂർവ്വം ക്ഷമിക്കുകയും അതുപോലെ അതിനെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നത് ദാവീദിനോടുള്ള ബന്ധത്തിൽ നമ്മൾ താരതമ്യം ചെയ്ത് ചിന്തിച്ചു. The sins that we are committing today in our life, how we confess it, and how God is not, if we will really repent and God is forgiving us, we saw the nature of God, that he is not at all remembering it. That nature of God, we compared it with the life of David. പിന്നീട് നമ്മൾ പറഞ്ഞത് ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് ദൈവം നമുക്ക് ഇന്ന് തരുന്ന ഉദവികളായ കരുണ, കൃപ തുടങ്ങിയവയെ കുറിച്ചാണ്. And towards the end we saw the gift that God is giving to us, mercy and grace to us right now in the New Testament. പ്രിയപ്പെട്ടവരെ, 42-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം കൂടെ ഇതിനെ തുടർന്ന് നമ്മോടുള്ള ഒരു പ്രബോധനമായിട്ട് നമുക്ക് വായിക്കാം. Let us read one more verse from Psalms 42 as an exhortation to us. അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ തുടക്കത്തിൽ നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു എന്ന വാക്യമാണ്. The verse 7, it reads like this: deep calls to deep. നോക്കുക, ആഴം ആഴത്തെ വിളിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. We read over here that the deep calls to deep. ദൈവത്തിന്റെ, കർത്താവിന്റെ നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴം എന്ത് ചെയ്യുന്നു? നമ്മിൽ നിന്നും ഒരു സ്നേഹത്തിന്റെ ആഴം അതിന് പ്രതികരണമായിട്ടുണ്ടാകാനായിട്ട് ഇന്ന് വിളിക്കുന്നു എന്നുള്ളത് നമ്മോടുള്ള ഒരു ഉത്ബോധനമായിട്ട് നമുക്ക് എടുക്കാം. Let us take this verse as an exhortation like this: from the depth of God's love to us, God is calling to the depth of love that must come out of us. Let us take that calling of God to us today. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ വിവിധ മാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. We were considering the different dimensions of God's love today. ഈ സ്നേഹത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങള് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് ഒരു പ്രതികരണമായിട്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹമായിട്ട് ഉയരണം എന്നാണ് ഈ വാക്യം പറയുന്നത്. This verse is exhorting us and telling us that from within us we have to bring out a love for God. The love of God should come out of us. കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ. One important thing that we should be having in our life while here on earth, the Lord Jesus mentioned like this. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. Mark 12 verses 28 onwards. അവിടെ ഒരു ശാസ്ത്രിമാരിൽ ഒരാൾ വന്നിട്ട് കർത്താവേ, ഏതാണ് ഏറ്റവും പ്രധാന കൽപ്പന എന്ന് ചോദിച്ചു.
one scribe came to the Lord Jesus Christ and asked him, what commandment is the foremost of all? കർത്താവ് അതിന് മറുപടിയായിട്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. Jesus answered, the foremost is that you shall love the Lord your God with all your heart and with all your soul and with all your mind and with all your strength. അതിന്റെ അടുത്ത വാക്യത്തില് അതിനോട് ചേർന്ന് കൂട്ടുകാരനെയും സഹോദരനെയും നിന്നെ പോലെ സ്നേഹിക്കണം എന്ന് കർത്താവ് പറയുന്നു. And along with that verse, Jesus is also telling, you shall love your neighbor as yourself. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ സ്നേഹം ദൈവത്തോടുള്ള ആ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെയുള്ള സ്നേഹം നമ്മിൽ നിന്ന് അത് ഉത്ഭവിക്കണമെന്നും അവിടെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കമെന്നുമാണ് ഇവിടെ വിവരിക്കുന്നത്. It is describing in these two verses that the full love that we should have with our soul, with our mind, with our strength, it must all begin from us. That is what this verse is indicating. പക്ഷേ ഈ സ്നേഹം നമ്മിൽ നിന്ന് ഉത്ഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് ദൈവം നമ്മെ ഏതു വിധത്തിൽ സ്നേഹിച്ചു എന്ന് നമ്മൾ കാണണം. For the love to spring out of our life, prior to that, what should really happen is we must be able to understand how much God loved us. നമുക്കറിയാം, നമ്മളോട് ഒരാൾക്കൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിലും അദ്ദേഹത്തോടൊരു സ്നേഹം ഉണർത്തും. When we see that somebody else is loving us, seeing that love will awaken our love towards that person. ഭാര്യാഭർത്തൃ ബന്ധത്തിലുമൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ആ സ്നേഹം തൻ്റെ ജീവിത പങ്കാളിക്ക് തന്നോടുള്ള സ്നേഹമാണ് ആ പുരുഷന് ആ ജീവിത പങ്കാളിയെ കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ആഴത്തെ വിളിക്കുന്നു. Especially with regard to our married life, the love that your partner has towards you, that love awakens love within you towards your partner. It is like the verse that we read right now, the deep calls to the deep. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഇവിടെ പറയുന്നു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം എന്ന് പറയുന്നു. This verse that we read right now is telling us that we must love the Lord with all our heart, with all our soul, with all our mind and with all our strength. പക്ഷേ അത് ആരംഭിക്കുന്നത് അവിടെയല്ല, മറിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ സ്നേഹിച്ച ആ ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അതിന്റെ ഒരു പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമുക്കും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു. That love for God, it does not begin within us, but when we understand that love towards us which began even before the foundations of the world was laid, as a response to that love awareness will our love to God come out. നമ്മളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ആരംഭിച്ചതും സഭയിൽ വന്നതും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ്, സംശയമില്ല. Without any doubt, it is because we loved God, we came to the Christian life, we came to the church. എങ്കിലും വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോട് ദൂത് പറയുമ്പോൾ ആദ്യത്തെ സഭയ്ക്ക്, എഫേസോസ് സഭയോട് പറഞ്ഞ ആ നിലയിലുള്ള ഒരു റിമാർക്ക് നമ്മൾ ഓർത്തിരിക്കണം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. വെളിപ്പാട് 2:4. Even then, one exhortation that we see in Revelations chapter 2 verse 4,
The Lord is telling that I have this charge against you, that you left your first love. We must remember that possibility. അപ്പോ കർത്താവിന് നമ്മോടുള്ള സ്നേഹം, നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം ഉണർത്തി, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സഭയിലേക്ക് വന്നു, ശരിയാണ്. It is true that we loved the Lord, and as an expression of our love to God, we came to salvation, we came to the church. All these are true. പക്ഷേ ആ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കുകയും അതിന് കൂടുതൽ ആ നിലയിൽ ഹൃദയത്തിലെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു അപകടം സംഭവിക്കാം. നമ്മുടെ ആദ്യ സ്നേഹം, ബെസ്റ്റ് ലവ്, ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. If we, having come to the way of the Lord, do not continue to meditate and grow in that love, this danger can come to us, that our first love can go down. അതുകൊണ്ട് ദൈവസ്നേഹത്തെ ഇന്ന് ധ്യാനിക്കുന്ന ഈ ദിവസം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം അത് വർദ്ധിച്ചു വരികയാണോ, അതോ നേരത്തെ ഉള്ളതിൽ നിന്ന് കുറഞ്ഞു വരികയാണോ? So today, as we are meditating on the love of God, let us ask ourselves this question: is my love towards the Lord increasing as the days go by, or has it gone down? ആദ്യ സ്നേഹം എന്ന് പറയുന്നത് ആദ്യകാലത്തുണ്ടായ സ്നേഹമെന്നല്ല അതിന്റെ അർത്ഥം. First love does not mean the love that you had towards the Lord in the initial days of your knowing the Lord. വെളിപ്പാട് 2:4 നിന്റെ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞിടത്തെ ആദ്യ എന്ന് പറയുന്ന അതേ പ്രയോഗം ലൂക്കോസ് 15:22 ഈ മുടിയൻ പുത്രൻ വരുമ്പോ അപ്പൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. The word first that is used in Revelations chapter 2 verse 4, the word first is the same word that is used in the Luke's gospel in the context of the prodigal son. അവിടെ ലൂക്കോസ് 15:22 മേൽത്തരമായ അങ്കി, ബെസ്റ്റ് റോബ് എന്ന് പറയുന്നിടത്തെ ബെസ്റ്റ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ ഗ്രീക്കിലെ അതേ വാക്കാണ് ആദ്യ സ്നേഹം എന്നുള്ളതിലെ ആദ്യയിൽ ഉപയോഗിച്ചേക്കുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. In Luke's Gospel chapter 15 verse 22, there is a reference, the father quickly put out the best robe on him. So the Bible scholars are telling that the same word that is used over here as the best robe is the same phrase that is used in Revelation chapter 4, the first love, the word first. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് കർത്താവിനോട് നമ്മൾ കൈവരിച്ചിട്ടുള്ള ആ ബെസ്റ്റ് ലവിൽ നിന്ന് ഒരു കുറവ് വന്നാൽ അതിനെ ഒരു കുറ്റം എന്നാണ് വെളിപ്പാട് 2:4 നമ്മൾ വായിക്കുന്നത്, എന്നൊരു കുറ്റം പറവാനും. So if you have attained a state where you gave the best love, affection towards the Lord, and from Revelation it is pointing out that if that best love has come down in its degree, then it is pointed out as a sin in your life. There is a fault in your life. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനോട് ഏറ്റവും ആ നിലയിലുള്ള ബെസ്റ്റ് ലവ്, ഏറ്റവും അത്യുന്നതമായ സ്നേഹം, അത് ഉണ്ടായിരുന്ന സന്ദർഭം ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ ആ സന്ദർഭമാണോ ഉള്ളത്? ഇതൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. Let us turn back and look what was the incident in your life where you offered the best love of your heart to the Lord, and let us compare that with today. Are you still offering that best love? നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു കാലഘട്ടം വളരെ
പ്രയാസസങ്കീർണമായ ഒരു കാലഘട്ടമാണ്. The time period in which we are now living are a time of going through a lot of difficulties. ലോക സംഭവങ്ങള് കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്നു പണ്ടത്തേതിനേക്കാളേറെ. Much more than the older periods of time, the events in the world are declaring more and more loudly that the coming of the Lord is much more closer. ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തിൽ ഊന്നണമെങ്കിൽ ആത്മീയ രംഗത്ത് ഊന്നാവുന്നത് കർത്താവിനോട് ഒരു ബെസ്റ്റ് ലവ് ഇപ്പോഴുണ്ടാക്കണം, അത് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്ന ആ ബോധ്യമാണ്. If there is anything that you want to build on in this end times, it is this one thing, that I must be able to give my best love to the Lord. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ അവനെ സ്നേഹിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ പാരമ്പര്യമോ ഒന്നും പറഞ്ഞ് നമുക്ക് നിൽക്കാനായിട്ട് ഒക്കുകയില്ല. When we meet the Lord face to face, dear ones, we cannot proclaim or take glory in the fact that, Lord, in the past I have done so many things out of my best love to you. That will not stand. It will not help you. കഴിഞ്ഞൊരു ദിവസം ഞാൻ പുതിയ നിയമത്തില് ഞങ്ങളുടെ സഭയിൽ സംസാരിക്കുമ്പോൾ പുതിയ നിയമത്തില് ദേമാസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചുള്ള 3 വാക്യങ്ങൾ എടുത്ത് ചിന്തിപ്പാനായിട്ടിടയായി. The other day when we were thinking in our local church, we were thinking about the life of Demas. ദേമാസിനെ കുറിച്ച് പുതിയ നിയമത്തില് പൗലോസ് 3 വാക്യങ്ങളെ 3 ഇടത്തായിട്ട് പറയുന്നു. Paul has mentioned 3 verses about Demas at 3 different points of time. അതില് ആദ്യം, അതായത് AD 64 പൗലോസ് എഴുതുന്ന ഫിലേമോൻ എന്ന് പറയുന്ന ലേഖനത്തിൽ അതിന്റെ 24-ാമത്തെ വാക്യത്തിലാണ് ആദ്യം ദേമാസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. The first time that Paul is referring to Demas is in the book of Philemon. അവിടെ 24-ാമത്തെ വാക്യത്തിൽ ആദ്യം പറയുന്നു, എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. In AD 64, അല്ല വേറെ somewhere? AD 64, Paul is referring to Demas like this in chapter 1, verse 24 of Philemon. As do Mark, Aristarchus, Demas, Luke, my fellow workers. ഇവിടെ കണ്ടോ, നമ്മള് ഒരു വന്ദനം പറയുന്ന ചിലരുടെ പേര് പറയുന്നു, അത്രേ ഉള്ളൂ. ആ കൂട്ടത്തിലാണ് ദേമാസിനെ പറയുന്നത്. Demas is only included as one person to whom the greetings are being mentioned. പക്ഷേ ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയൊക്കെ എഴുതിയ, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ എഴുതിയ ലൂക്കോസിനേക്കാൾ മുമ്പേയാണ് പൗലോസ് ദേമാസിനെ പരാമർശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. Luke, who have written the gospel, Paul, if you will see very carefully in this verse, he is naming Demas first and then he is referring to Luke. എന്നാൽ ഈ ഫിലേമോൻ കഴിഞ്ഞിട്ട് പിന്നീട് എഴുതിയ കൊലോസ്യ ലേഖനം 4:14 അവിടെയാണ് ദേമാസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ റെഫറൻസ് വരുന്നത്. The second reference of Demas is mentioned in the book of Colossians 4:14. അവിടെ കാണുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യും. There we read like this, 4:14, Luke, the beloved physician, sends you his greetings, and also Demas. കണ്ടോ, ഇവിടെ വന്നപ്പോ നേരത്തെ ഫിലേമോൻ 24 പറഞ്ഞിരുന്ന ദേമാസിന് ശേഷം
പറഞ്ഞിരുന്ന ലൂക്കോസിനെ ഒന്നാമത് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ലൂക്കോസിനെ പ്രിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ദേമാസിനെ ഒടുവിൽ പറയുന്നു. ദേമാസിന് വിശേഷണം ഒന്നും കൊടുക്കുന്നുമില്ല. In the book of Philemon, Demas, who was named first before Luke, when it came to Colossians, we see that Luke is again getting one more suffix like beloved physician, and Demas is referred towards the end of the verse, and no other special reference is made to Demas. അപ്പൊ ഈ ഫിലേമോന്റെ കാലത്തിന് ശേഷം കൊലോസ്യർ എഴുതുന്നതിനിടയില് ദേമാസ് പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് ലൂക്കോസിനും പുറകിലോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. So what we see is the time period when Philemon was written and Colossians was written. In the heart of Paul, Demas is going farther away and Luke is getting a more favorable position in the heart of Paul. ഇനിയും ഒരൊറ്റ വാക്യം കൂടെ ദേമാസിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് 2 തീമോഥെയോസ് 4:10 ആണ്. In 2 Timothy 4:10, one last verse, Paul is referring to Demas. ഒടുവിലായിട്ട് പൗലോസിന്റെ ആ ഒടുവിലത്തെ ലേഖനത്തിൽ അവിടെ പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്നാണ്. The last reference about Demas by Paul is, Demas, having loved the present world, has deserted me and gone. അപ്പോൾ ദേമാസിന്റെ ജീവചരിത്രം 3 ഒറ്റപ്പെട്ട വാക്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാം. So we can read the biography of Demas from these 3 separate verses. ഫിലേമോനിൽ വെച്ച് ദേമാസ് പൗലോസിനോട് വളരെ അടുത്തായിരുന്നു. ലൂക്കോസിനേക്കാളും പ്രധാന സ്ഥാനം ദേമാസിനുണ്ടായിരുന്നു. In Philemon, Demas had more affection, Paul had more affection towards Demas than Luke. എന്നാൽ അടുത്ത ലേഖനം വന്നപ്പോ ലൂക്കോസിന്റെക്കാളും പുറകിലെ സ്ഥാനത്തേക്ക് ദേമാസ് മെല്ലെ മാറുന്നത് കാണാം. But when it came to Colossians, the next letter, we can see slowly Demas is going in the backstage and Luke is coming more closer to the heart of Paul. ഏറ്റവും ഒടുവിലത്തെ ലേഖനം 2 തീമോഥെയോസിൽ വരുമ്പോൾ നിർഭാഗ്യകരമായ ആ വാക്കുകൾ നമ്മൾ കാണുന്നു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. And in the last letter by Paul is telling, which is very unfortunate for the life of Demas, that Demas loved the world and he deserted me. പ്രിയപ്പെട്ടവരെ, ദേമാസിന്റെ ജീവിതം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എന്താണ്? What is the warning that the life of Demas is giving to us? നമ്മൾ ഒരു കാലത്ത് ദൈവത്തെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നിരിക്കാം. Maybe in the past we would have loved the Lord fervently. പക്ഷെ ആ സ്നേഹം മെല്ലെ കുറഞ്ഞു വരുന്നു. But that love of fervency that we had to the Lord is slowly going down in its degree. ഒടുവിൽ ദുരന്തമയമായ ഒരു വാക്യം കാണുന്നു. ലോകത്തെ സ്നേഹിച്ചവൻ വിശ്വാസം വിട്ടുപോയി. And towards the end we see the danger that he loved the world and he even left the way of faith. ഇത് സംഭവിക്കാതിരിക്കാൻ ആഴത്തെ വിളിക്കട്ടെ. So that this danger will not happen in our lives, let the deep call the deep. ദൈവസ്നേഹത്തിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, ഉയരം, അത് നമ്മുടെ ഉള്ളിലും ആഴമുള്ള ഒരു സ്നേഹത്തെ ഉണർത്തട്ടെ. The length and the breadth and the depth and the height of God's love, let it awaken the love of God in your heart. ഇന്ന് നമുക്ക് കർത്താവിനോടുള്ള ബെസ്റ്റ് ലവിൽ ജീവിക്കാം.
Let us live today in the best love to our Lord Jesus Christ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. Let us close our eyes and pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our loving Heavenly Father, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം ഞങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വളരെ 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 കൂടുതലാണ് എന്ന് ഞങ്ങൾ ഇന്ന് കണ്ടു. we saw today beyond comprehension is your love that is towards us. കർത്താവേ, അവിടുന്ന് സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഞങ്ങളെ സ്നേഹിച്ചു വരികയും ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളെ സ്വർഗത്തിൽ അവിടുന്ന് കാന്തയായിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിലുള്ള സ്നേഹത്തിന്റെ ആഴത്തെ ഞങ്ങൾ ചിന്തിച്ചു. We meditated on the love that you showed to us, that you gave up eternity, you came into this world, you saved us, you made us as your bride. We saw all the depth of the love that you had towards us. കർത്താവെ, ഇന്നും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങളെ ഞങ്ങൾ അനുതാപത്തോടെ ഏറ്റുപറയുമ്പോൾ അത് ക്ഷമിക്കുകയും അതിനെ മറക്കുകയും ചെയ്യുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ ആഴത്തെ ഞങ്ങൾ ധ്യാനിച്ചു. We meditated on the depth of your love, where in our daily life, if we will come and confess and repent, you will forgive. Not only forgive, you will not even remember them. We saw the depth of your love today. കർത്താവെ, ഈ ദിവസങ്ങളിൽ അവിടുത്തെ സ്നേഹത്തെ കൂടുതൽ കാണാൻ ഞങ്ങളെ സഹായിക്കണേ. Lord Jesus, please help us to see more of your love in the coming days. ആ സ്നേഹത്തെ കാണുന്നത് ഞങ്ങളുടെ ഉള്ളിലും കർത്താവെ ഏറ്റവും മേത്തരമായ ഒരു സ്നേഹത്തെ വിളിച്ചുണർത്താനിടയാകട്ടെ കർത്താവെ. And when we see that love that you have towards us, let it awaken all the more love that we have towards you. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം പകരുമല്ലോ, ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. Lord Jesus, your Holy Spirit can pour out the love of God into our hearts, and we pray to you for that. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. We come to your presence as we are today. ഏറ്റവും ഉത്തമമായ ഒരു സ്നേഹത്തോടെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. Please bless all our brothers and sisters and youth and children in these days to love you more in the best way. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. Thank you for hearing our prayers in the name of Jesus.